യെസ് യെസ് ഗൈസ് നമ്മുടെ ഉടക്കുവാലിക്കകത്ത് മീൻ ഉടക്കിയിട്ടുണ്ട്. ചേർത്താതിക്കാം. എവിടെ പോവാനാടാ മോനെ? ഓണ്ടറാ ഞാൻ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ മാത്രമല്ല ഇന്നത് അനുവേട്ടനുണ്ട്, നമ്മുടെ ഫിഷിംഗ് ബ്രദേഴ്സിൽ ആൽബിനും ഉണ്ട്, അൽജിനും ഉണ്ട്. നല്ല വെയിലുള്ള സമയമാണ്. സൂര്യൻ നോക്കി നേരെ തന്നെ അവിടെയാണ് നിൽക്കുന്നത്. ഏകദേശം 4 മണി അടുത്ത് ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പോൾ 4 പേരും കൂടെ ഇന്ന് വട്ട് പിടിച്ചിട്ട് മീൻ പിടിക്കാൻ വന്നേക്കാണ്. മീൻ പിടിക്കുന്ന ഒരു വേറെ ലെവലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങളിന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമല്ല. വല എടുത്തിട്ട് 2 വീശലാണ് കേട്ടോ. ഒളിപ്പി വെച്ചേക്കണോ? 2 വീശുവല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉടക്കുവല എടുത്തിട്ടുണ്ട്. അൽവിനൊക്കെ ഉടക്കുവല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിടയിൽ തിലോപ്പിയ വീശിയ ആ കണ്ടത്തിലാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഉടക്കുവല ഇടണം, ഉടക്കുവല ഇട്ടാൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ സെയിം സ്പോട്ട് തന്നെ വന്നേക്കുവാണ്. ഈ പായലൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഉടക്കുവല ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഉടക്കുവല ഇട്ടിട്ട് നമ്മൾ വല വീശുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. എന്തെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുവാണെങ്കിൽ ഒരു പൊളി വീഡിയോ അല്ല. ഉടക്കുവല എടുത്തത് ഇതിനകത്ത് വെക്കണം. സെറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ ഒരു തിട്ടയാണ് കേട്ടോ. തിട്ടയുടെ ഇവിടെ നിന്ന് ചാടി ഇറങ്ങിയേക്കുക. യെസ്, സെറ്റ്. ചാടിക്കോ. സിലോപ്പി ഇവിടെ ഓടുന്നുണ്ട് കേട്ടോ. പുല്ലാണോ സിലോപ്പി നിരത്തില്ല എന്തൊക്കെ മീൻ നടപ്പുണ്ട്. ഇത്രയും വെള്ളമുള്ളൂ ഇവിടെ കേട്ടോ. മുട്ട ഇത്രയും വെള്ളമുള്ളൂ. ഞാൻ വല എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അവന്മാർ ആ സൈഡിൽ കൂടെ ഉടക്കോല ഇടുന്നത്. അപ്പം വല എടുത്ത് കൈ പിടിച്ചതെന്ന് പറഞ്ഞാൽ ഉടക്കം ഇട്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മീൻ ഓടുവാണെങ്കിൽ ആ കൂടെ കൂട്ടി വീശാൻ വേണ്ടിയാണ്. ആദ്യം നമ്മൾ വല അടിവശം അവിടെ താത്ത കിട്ടാ മതില്ലോ. അപ്പോൾ അതെ നമ്മൾ ഇനി അവിടെ നമുക്ക് മീനെ നോക്കാട്ടോ. ഉമ്മ കൊടുത്തേക്ക്. വട്ടക്കളിയാണ് വയമ്പാ. വയമ്പാ പൊടിമീനുകളെല്ലാം ഇറങ്ങി പോകും കേട്ടോ. ഓ ഉണ്ട് ഓണ്ടറാ. അങ്ങനെ പോകാൻ പാടില്ല. ഗൈസ് അപ്പം ഇപ്പോൾ കിട്ടിയ മീൻ വലയ്ക്കകത്ത് എങ്ങനെയാണ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത അതിന് കിട്ടുമോന്ന്. കാര്യത്ത് മീൻ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. നടുക്കൊടി. ആ അവിടെ നടുക്കൊടി. എങ്ങോട്ടാ ഓടിയെന്ന് അറിയത്തില്ല. നടുക്കൊടി അവിടെ തന്നെയായിരുന്നു. ഉണ്ടെങ്കിൽ കിട്ടും. ഇവിടെ ഓടിയെങ്കിൽ അങ്ങനെ കിട്ടും. പെട്ടെന്ന് പിടിയൊന്നുമില്ല. വലിച്ചേക്ക്. ഇല്ലെങ്കിൽ ഇല്ല. എന്നാ പറയാൻ ഒന്നുമില്ല. നമ്മൾ ചവിട്ടി താത്തി കൊണ്ട് ചേറും കൂടി വരും ഉറപ്പായിട്ട്. വട്ടക്കാളി വട്ടക്കാളിയുണ്ട്. എന്തെങ്കിലും പക്ഷേ നേരത്തെയൊക്കെ നമ്മളെന്ത് ചുമ്മാ അങ്ങ് വീശുമ്പോൾ തന്നെ ഉണ്ട് പോലെ എങ്ങനെ പോയാലും പോയില്ലേ. നമ്മളെ കളയാൻ പാടില്ല. മീൻ തന്നെ കരയിലോട്ട് പോക്കോ. ആ മീൻ പഠിച്ചായിരുന്നു. 2 ഉണ്ട്. 2 പഠിച്ച് ഇല്ലേ? 2 പഠിച്ച ഞാൻ വെച്ചേട്ടാ. അയ്യോ പിടയ്ക്കുന്നുണ്ട്. നീ കാണണേ. ആ ഉണ്ട്.
രണ്ടെണ്ണം ഉണ്ടോ? ഒരെണ്ണമുണ്ട്. ആദ്യത്തെ കളിക്കകത്ത് നമ്മളെ പറ്റിച്ച്. രണ്ടെണ്ണം പടച്ചായിരുന്നു ഞാൻ കേട്ടെ. രണ്ടെണ്ണം പടച്ചായിരുന്നു. ഒരെണ്ണം ഉണ്ട് എന്താണെങ്കിലും. ഇടത്തരാടാ. ഇട്ടോ വല ഇട്ടോ. ഈ ആ ചെറും കൂടെ കളഞ്ഞേക്ക്. മീൻ വഴി കിടന്ന് ഓടുന്നുണ്ട്. കളർ കാണിക്കും. നല്ല അടിപൊളി കളറുള്ള സിലോപ്പിയായിട്ട് കിട്ടിയിരുന്നേ. ഒരു കരിമീനെ പോലെ ഉണ്ടല്ലോ. പിന്നെ നല്ല ലുക്ക് ഉണ്ട്. ഇതുകൊണ്ട് കുത്തി കിട്ടിയോ? വായിക്കാത്തോട് ചേർത്ത്. അയ്യോ. അപ്പം നമുക്ക് നേരെ അരയെ കെട്ടിക്കുന്ന വലക്കാതെ ഇട്ടേക്കാം. പക്ഷേ അരേനെ പറയാൻ ഊരുവാണ് വലിയ പാടാ. അതെ. അവർ വലയിട്ട് തീരാറായിട്ടുണ്ട്. വലയിട്ട് തീർന്നു കഴിയുമ്പോൾ നമ്മൾ മൊത്തം ഇടിച്ച് ആണ്ടാ അടുക്ക്. മീനുണ്ട് മോനെ. മോനെ മീൻ കിട്ടുമ്പോ ഒരു സന്തോഷമായി. നമ്മള് മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ എത്ര വല വീശാലും ഇത്രയും ചേറുണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് വരുന്നില്ല. അതെ. അയ്യോ കറക്റ്റ് മറ്റേ ബംഗാളി ആ ചെറിയ കൂടെ നടന്ന് ചുമ്മാ അവിടെ തന്നെ നോക്കടാ. ചവിട്ടി താത്തേക്ക്. ഓ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ എത്ര എണ്ണം പോയി. ചവിട്ടി താത്തേക്ക്. ആണോ? ഉണ്ണയാൻ പിടയ്ക്കൂല്ലേ? പതിക്കെ പോയോ? മുറുക്ക പിടിച്ചോ. ചവിട്ടി പിടിച്ച മീനാ. നമ്മുടെ വലയിലേക്ക് ഇട്ട് വന്ന മീനാണ്. അപ്പോൾ ഇത് വന്നിട്ടും കലിപ്പില്ലല്ലേ? ഇതൊക്കെയാണ് നമുക്ക് ഒത്തിരി മീൻ കിട്ടുന്നതിനേക്കാളും നമുക്ക് കുറച്ച് മീനുകൾ കിട്ടുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. പക്ഷെ ഇതുപോലെ വലിയ തിലോപ്പിയാണ്. അത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലേ. അയ്യോ വലയുടെ വെയിറ്റ് അറിയുന്നില്ല. പെരുത്ത സാധനം. പൊളി. അപ്പൊ കിട്ടിയ മീനെ കണ്ടോ? നല്ല ഹെവി സൈസ് ലോപ്പിയ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഫിൻസ് ഒക്കെ പിടിച്ചേക്കുന്നുണ്ടോ? പക്ഷെ ഇതിന്റെ മുകളിലത്തെ ഫിന്നില് നല്ല രീതിയിൽ അസ്ത്രം പോലത്തെ മുള്ളുണ്ട്. കൊണ്ടാവട്ടെ, നല്ല പണി കിട്ടും. ഓക്കെ, നമുക്കിതിനെ വലക ഇട്ടേക്കാം. ഓക്കെ, വല കളിച്ച് സെറ്റാക്കണം. ഇട്ടോടാ, വല ഇട്ടോടാ. അവര് വല ഇട്ട് തീർന്നു. രണ്ടെണ്ണം കിട്ടും, ഒരു ചേർന്നു. വള്ളത്തിൽ ഇടാനുള്ള സ്ഥലമല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ ചേട്ടാ, താഴെ പോവുകയാണെങ്കിൽ അങ്ങോട്ട് മീൻ ഓടിക്കും. കൈക്കകത്തൊരു ചെറിയ മീൻ തിരിച്ചു നിൽക്കുന്നുണ്ടോ? കഴിവ് വല തെറിപ്പിച്ചപ്പോൾ കയറി വന്നു. വട്ടക്കാളി ജീവനുണ്ട് കണ്ടോ? പോയി ഓടിക്കാനോ? അപ്പോൾ നമ്മളാണെങ്കിൽ വല എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഇങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്നെല്ലാം ഇടിച്ച് ഇളക്കാൻ വേണ്ടി പോവാം. അപ്പോൾ മീനെ ഓടിക്കാൻ വേണ്ടി പോവാം. ഓടിച്ച് തരാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. തുടങ്ങിയോ? എല്ലാം കാണിക്കും. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഫുള്ളൊന്ന് ചവിട്ടി ഓടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം മീനെല്ലാം ഒന്ന് ഇളകി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി പതുക്കെ ഇറങ്ങും വലയ്ക്കകത്തോട്ട് പേടിച്ചിട്ട്. അപ്പോൾ നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. വലയ്ക്കകത്ത് പിടിച്ചോ? അതെ, അത് ഓടുന്നോ, മീൻ ഓടുന്നോ. അപ്പോൾ നമുക്ക് വലയ്ക്കകത്ത് ഉടക്കൂടാ, എന്തിനും ഉടക്കൂടാ. അതെ.
അത് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കരയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ കാണുന്നൊരു ഗ്യാപ്പ് കണ്ടോ, ഇതിനപ്പുറം ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലോട്ട് നമ്മൾ വല വീശാണ്ടി പോവുക. ആ സമയത്ത് ഈ വലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ മീൻ നടക്കുമായിരിക്കും. എന്തൊക്കെയാണ് വൻ വൈബ് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ വൻ രസമാണ്. കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്നിച്ചുള്ളൊരു മീൻപിടുത്തം. അങ്ങോട്ട് പോയാലോടാ, വാ പോ. അപ്പോൾ ഇവിടെ നടന്ന് പോണം. അടുത്ത അങ്കത്തിൽ പോവാണ്. ചുമ്മാ വീശാണോ? ചുമ്മാ വീശാണോ? മീനായിരുന്നു. ആ എനിക്കൊരു മുട്ടൽ പോലെ തോന്നി. ആ വരട്ടെ. അയ്യോ പിന്നെ മീനെ കണ്ടോടാ? അതിനോടെ കൊടുത്ത് എന്താ കാണിക്കുന്നുണ്ട്? ഉണ്ടോടാ? വലിയ വലിയ അപ്പൊ അവിടെയും ചുമ്മാ അങ്ങനെ വീശി നോക്കാം. എടുത്തേക്ക് പതിക്കെ വല കളയണ്ട മീനെ ഒന്നിന് പതിക്കെ എടുത്താൽ മതി. അതെ, ഇതാണ് നമ്മുടെ അടുത്ത മീൻ കിട്ടിയത്. ചെറുതാണ് കണ്ടാ, സിലോപ്പി മറക്കാൻ പറ്റി. വലക്കകത്തിട്ട് അടുത്ത ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മൂന്നെണ്ണം അതിനകത്ത് കാണോടാ, അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഇത് രണ്ടു നിമിഷം എടുത്തേക്കാം. അപ്പം ബീച്ച് കറക്റ്റ് ആയിരുന്നു. ഇത് കണ്ടില്ലേ? എവിടെ പോവാനാടാ കുട്ടാ? മൂന്നെണ്ണം കിട്ടിയില്ലേ? പിന്നെ വറക്കാണ്ട് കൊണ്ടുപോകത്തില്ല. അപ്പം ഈ വലക്കകത്ത് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ വന്നത് ഒരു നഷ്ടമെന്ന പരിപാടിയാണ്. എല്ലാവർക്കും സന്തോഷമല്ലോടാ? അത് നമുക്ക് എന്തെങ്കിലും കിട്ടിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാൻ വരും. സത്യം പറഞ്ഞാൽ മടുത്തു പോകുന്നേ. ഇത്ര ഉണ്ട്. അതിനടുത്തേക്ക് അതെ, നമുക്ക് ഇത്ര മീനായിട്ടുണ്ട്. ഏകദേശം 1 കിലോ അടുത്തായിക്കോളൂ. പിന്നെ ഉറപ്പായിട്ടും സെറ്റ്. അപ്പൊ ഈ വല മുഴുവൻ ഒന്ന് കുട സെറ്റ് ആക്കിയിട്ട് നോക്കണം. ഇതിനകത്ത് ഇനി വല്ല ഉണ്ടോ നോക്കണം. നമുക്ക് ഈ വല കുടയുന്ന ടാസ്ക് കേട്ടോ, നല്ല പണിയാണ്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കുവാണ്. അവിടുത്തെ മീനാകെ ഒതുങ്ങി എത്ര ഉള്ളായിരുന്നു. ഇവിടെയാ നമ്മൾ ഉടക്കോലിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ചത്തര അതിനെ എടുക്കാൻ മേലത്തെ അല്ല, ഞാൻ എടുക്കാടാ പോയിട്ട്. വേണ്ട ഞാൻ കൈ പിടിച്ചോളാം. ഗൈസ് നമ്മുടെ ഉടക്കോലക്കകത്ത് മീൻ ഉടക്കിയിട്ടുണ്ട്. ഇവിടെ ഓടുന്നുണ്ടോ? പോകത്തില്ലടാ. ഓർമ്മണോ? ഉറപ്പാണോടാ? വേണ്ട വെറുതെ വീശി കളയണ്ട. ബാ അല്ലെങ്കിൽ ഞാൻ പിടിക്കാം. പോവാണെ പോട്രാ. അതെ പോട്രാ. പോയാ പോയി. ഇത് ഇപ്പൊ തന്നെ പോയെന്ന് സംശയമുണ്ട് കേട്ടോ. പോയി ഇപ്പൊ തന്നെ പോയി അങ്ങോട്ട് കണ്ട പോയി. പോയെന്ന് തോന്നുന്നു. ആ ഉണ്ടോ നമ്മുടെ വലയിൽ ഒരു മീൻ ഉറപ്പിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പിടിക്കണം. ചേർത്താതിക്കാം. എവിടെ പോവാനാടാ മോനെ? ഇട്ടൊരു പ്രയോജനം ഉണ്ടോ? ഇവിടെ വല ഇടാനാണോ? നീ കളിയാക്കല്ലേ തന്നെ കയ്യിൽ പോകുന്നിപ്പോ?
ഇനി അങ്ങനെ പോകാനോടാ? ഞാൻ പോകത്തില്ല, ഇനി അവൻ പോകത്തില്ല. ഞാൻ പോവുകയാണെങ്കിൽ അവൻ ചത്തെന്ന് പറഞ്ഞാൽ മതി. ഇനി പോകണേ പോട്ടാ. പൊട്ടിച്ചോ കുഴപ്പമില്ല. അപ്പോൾ ഉടക്കവാലിക്കകത്ത് അങ്ങനെ മീൻ ഉടക്കി ഉളവനെ പൊക്കിയിട്ടുണ്ട്. നീ എന്നാ പറഞ്ഞ വീശാനോ? കൈകൊണ്ട് പതുക്കെ പിടിച്ചാ സാധനം കിട്ടും. പറയാൻ പറ്റില്ലേ, റിസ്ക് എടുക്കണ്ടല്ലോ ഒത്തിരി. അതിന് കൊടുത്തോ അവിടെ ഉടക്കോലി ഇട്ടൊരു പ്രയോജനം ഉണ്ടായതുകൊണ്ട് കയ്യിൽ എത്ര വലുപ്പമാണ് തിലോപ്പ ഇട്ടേക്കുന്നത്. ഉറക്കാൻ പറ്റും. എപ്പോഴത്തേലൊക്കെ ഇനിയോ ഉടക്കുമല്ലോ, ഉറപ്പായിട്ട് ഇനി ഉടക്കും. കാര്യം നമ്മൾ ഉടക്കോലി ഇട്ടതിന്റെ മെയിൻ ഉദ്ദേശമാണ് കാര്യം. നമ്മൾ അന്ന് വീശിയപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു ഉടക്കോലി ഇട് ഇതിൽ കൂടുതൽ മീൻ കിട്ടുന്നു. പക്ഷേ നമ്മൾ വീശിയുടെ കൂടുതൽ മീൻ പിടിച്ചത് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും കിട്ടും. ഓക്കെ, നമുക്ക് വല കേട്ടേക്കാം. ഇവിടെ മുഴുവൻ നമ്മൾ വലിച്ചിട്ട് കയറായി കാണുന്ന ഫുള്ള് നല്ല പണിയുണ്ട്. ഇതുണ്ടോ അത്യാവശ്യം മീനുണ്ട്. വളർത്തുന്ന സ്ഥലത്തുനിന്ന് മേടിക്കാൽ നല്ലത് ഇവിടെ കണ്ടത്തില്ല. അതെ, അതിനറിയാവോ ഈ വളർത്തുന്നതിനെ ഉള്ള ഇതെല്ലാം കൊടുത്തല്ലേ വളർത്തുന്നേ. കണ്ടോ? ഓക്കെ, നീ ആ കണ്ട മീൻ എവിടെയാണ് ഓടിയത്? ഇരുട്ടായല്ലോടാ. ഇതിവിടെ പൊക്കി നോക്കിയിട്ട് പെട്ടെന്ന് വീട്ടിൽ പോയേക്കാം അല്ലേ? അതെ, അനീത് മീൻ വലക്കതായിരുന്നു അല്ലേ? ഇനി മറ്റേ പോലെ പൊത്തണേ. ചേട്ടാ ഫ്രണ്ടില്ല, അവിടെ ഒന്നും വരടാ. ഇത് പിടിച്ചേ. പൊത്തി നോക്ക്. കിട്ടി വലുതാ അദ്ദേഹം കൊടുത്തോ? ഉണ്ടോ? തലക്കകത്താ. ആ കിട്ടടാ. കിട്ടി. പിന്നെ ഞാൻ വലക്കാതെ വെള്ളത്തിൽ വീണ്. ഇതുണ്ടോ വലക്കകത്ത് ചുറ്റി കിടക്കുമായിരുന്നു. പോട്ടെ കൊണ്ടുപോവാ. ഇത് വലക്കാതെ ശകലത്തിനാണ് കിടക്കുന്നേ. അതാ പറഞ്ഞ ഇതുണ്ടോ? പക്ഷെ അല്ല ഉടക്കിയിട്ടുണ്ടോ? പോകത്തില്ല. നോക്കി നന്നായി. ഞാൻ പറഞ്ഞത് കറക്റ്റ് സ്ഥലത്ത് ഞാൻ കണ്ടത്. കിട്ടി. യെസ്. അപ്പം നമ്മുടെ അടുത്ത മീൻ അതെ, നമുക്ക് അന്നേരം ഉടക്കോലി കിട്ടിയ പോലെ ചെള്ളക്കകത്ത് കിടന്നുള്ളൊരു മീൻ പിടുത്തം. കൊണ്ടുപോയി വലയുണ്ട് സൂക്ഷിച്ചേ. വലക്കാതെ ഇറക്കിയിട്ട് അടച്ചാൽ മതിയേ. യെസ്, സെറ്റ്. ഓക്കെ, അപ്പുറത്ത് വല തിരിച്ചിട്ട് വല വരട്ടോ. വല നോക്ക് അവിടെ വരും. അതുപോലെ അവിടെ പറഞ്ഞുണ്ടെന്ന്. ചത്തോ? ഇല്ല ജീവനുണ്ട്. അനുവേട്ടൻ അവിടെ നിന്ന് പിടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. ദേ ഇപ്പം കിട്ടിയ മീൻ അടുത്ത ലോപ്പിയ കേട്ടാ. എല്ലാം ഈ സൈസുള്ള നമുക്ക് ഉടക്കോലിക്കാതെ കിട്ടിയല്ലോടാ. പിന്നെ കൈസ് നല്ല രീതിയിൽ ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കാണ് അത്യാവശ്യം മീനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കിട്ടിയ മീനെ അലിച്ചും ജസ്റ്റ് ഇത് കാണിച്ചു തരും. കാര്യമാണെങ്കിൽ ഇപ്പഴാടാ അങ്ങോട്ട് ലൈറ്റ് ചെയ്യണം. ഇതുണ്ടോ? ഇപ്പം കിട്ടിയ മീതാണ് കേട്ടോ, തിലോപ്പിയാണ്. എല്ലാം നമുക്ക് തിലോപ്പി കിട്ടി. നമ്മൾ വല വെച്ചപ്പോൾ കുറച്ച് വയമ്പം കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ തിലോപ്പിയ. ഇട്ടാ കേട്ടോ, പിന്നെ വിട്ടിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലുത് ഞാൻ കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് ഏറ്റവും വലുത് തിലോപ്പിയ. ഒരു 1/2 കിലോ ആണല്ലോ അൽവിനെ? സെറ്റ് സാധനം. അതുപോലെ തന്നെ ബാക്കി കുറേ തിലോപ്പിയ ഉണ്ട്. ഏകദേശം 2 കിലോ അടുത്ത് മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ ക്ലോസ് ചെയ്തേക്കണം. കാര്യം വേണ്ട, ഇരുട്ടും കാലം നല്ല രീതിയായിട്ടുണ്ട്. അൽജിനെ പൊളിച്ച് അനുവേട്ട കാര്യമൊക്കെ വേണ്ട. അനുവേട്ട കാണാൻ പറ്റത്തില്ലായിരിക്കും, നല്ല ഇരുട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലുള്ള നാടൻ മീൻപിടുത്തമൊക്കെ ഇഷ്ടമാക്കി നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും ബെൽ ബട്ടൺ എവിടെയൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് നോട്ടിച്ചിടും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.